ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് രസത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും അടിപൊളി സ്വാദുള്ളതുമായ രസമാണ്. അപ്പം എല്ലാവരും ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. രസം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള വാളൻപുളിയാണ് എടുത്തിട്ടുള്ളത്. 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം. ഒരു 14 അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇതുപോലെ കല്ല് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ചതച്ചെടുക്കുന്നത്. ഇതിന് പകരം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഒട്ടും അരഞ്ഞു പോവരുത്, ഇതുപോലെ ചതച്ചെടുക്കാൻ പാടുള്ളൂ. ഇത് നമുക്ക് രസം വയ്ക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് മല്ലിയാണ്. ഞാൻ മുഴുവനോടെയുള്ള മല്ലിയാണ് എടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1/4 ടേബിൾ സ്പൂൺ നല്ല ജീരകമാണ് എടുത്തിട്ടുള്ളത്. അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എരിവിനായിട്ട് കുരുമുളകാണ് എടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാതും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇതുപോലെ കല്ലിൽ വെച്ചിട്ട് ചതച്ചെടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും ചതച്ചെടുക്കാനായിട്ട്. ഇതിന് പകരം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. അതാണ് കൂടുതൽ എളുപ്പം. ഞാൻ ഇതുപോലെ കല്ലിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ അത് കാണിക്കുന്നതേ ഉള്ളൂ. കുറേശ്ശെ ഇട്ടിട്ട് വേണം നമ്മൾ ചതച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ കാണിക്കാനായിട്ട് ഒരുമിച്ച് അല്ലാതെ ഇട്ട് കൊടുത്തതാണ്. അതിനുശേഷം കുറേശ്ശെ ഇട്ടിട്ടാണ് നന്നായിട്ട് ചതച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം കായാണ് എടുത്തിട്ടുള്ളത്. മുഴുവനോടെയുള്ള കായം തന്നെ എടുക്കാനായിട്ട് നോക്കുക. അപ്പോഴാണ് രസത്തിന് നല്ല ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടുള്ളൂ. ഒരു 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള കായ എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. ഒരു 2 നുള്ള് ഉലുവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് മാത്രം ഉലുവ ഇട്ട് കൊടുത്താൽ മതി. 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കാം, പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 നല്ല വലിയ പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയില, ഒരു കൈപ്പിടി മല്ലിയില ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് മാത്രം നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാതും കൂടിയിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം. അതുപോലെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക. ഇതുപോലെ നമ്മൾ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചിട്ട് രസം ഉണ്ടാക്കി എടുക്കുമ്പോൾ നല്ല സ്വാദാണ്. അപ്പം ഇത് സ്കിപ്പ് ചെയ്യാതെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നോക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. രസത്തിൽ ഉപ്പ് ഒട്ടും തന്നെ കൂടി പോവരുത്. ഒരു സ്വല്പം കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ കൂടി പോവാതെ ശ്രദ്ധിക്കുക. നമ്മൾ വാളൻപുളി സോക്ക് ചെയ്ത് വെച്ചത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുക്കാം. 1.25 കപ്പ് വെള്ളത്തിലാണ് ഇത് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. ആ വെള്ളം മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം മൊത്തത്തിൽ 4.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1.25 കപ്പ് പുളി സോക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. വേറെ നമ്മൾ 3 കപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം 4.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ രസം റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് മൂടി കുറച്ചൊന്ന് തുറന്നിട്ട് ഇത് തിളപ്പിച്ചെടുക്കാം. ഇപ്പം ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1-2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ 1 ടീസ്പൂൺ ശർക്കര ഉണ്ടാവും. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഒന്ന് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഉപ്പും പുളിയെല്ലാം കറക്റ്റ് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിലെല്ലാതും കറക്റ്റാണ്. ഇതൊന്ന് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. രസം നമ്മൾ അധിക സമയം തിളപ്പിക്കാനായിട്ട് പാടില്ല. അപ്പം അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും.
കുറച്ച് സമയം മാത്രം നമ്മളിത് തിളപ്പിച്ചെടുക്കാനായിട്ട് പാടുള്ളൂ. ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു 30 സെക്കൻഡ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം, അത്രയും മതി. ഇപ്പോൾ 30 സെക്കൻഡ് ആയപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില കുറച്ചധികം ചേർത്ത് കൊടുക്കുക, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഉണ്ടാവുക രസത്തിന്. ഈ മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രസം ഒന്ന് താളിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടാവുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ 1 ടീസ്പൂൺ കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു 2 വറ്റൽമുളക് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എല്ലാതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്ത അപ്പം തന്നെ നമ്മളൊന്ന് അടച്ചു വയ്ക്കുക. 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം തുറന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ രസത്തിൻ്റെ വരുന്നത്. അതുപോലെ തന്നെ കഴിക്കാനാണെങ്കിലും അടിപൊളി സ്വാദാണ്. അപ്പോൾ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. തൃശ്ശൂർ സൈഡിലൊക്കെയുള്ള വറുത്തരച്ച സാമ്പാറിൻ്റെ റെസിപ്പി, സദ്യകളിലൊക്കെ ഉണ്ടാവാറുള്ള വറുത്തരച്ച സാമ്പാറിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണേ. രസം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കൂ കേട്ടോ. താങ്ക് യു.